മനസ്സുഖി. ഒരു ക്രിസ്മസ് കൂടി നാം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുന്നതിനായി ശ്രമിക്കട്ടെ. ക്രിസ്മസ്, പുതിയ ദൈവാനുഭവത്തിലേക്കുള്ള ക്ഷണം. വർഷങ്ങൾക്ക് മുൻപ് ഒരു കഥ വായിച്ചതായി ഓർക്കുന്നു. അത് ഇപ്രകാരമാണ്. ഒരിക്കൽ തന്റെ സുഹൃത്തായ വെളിച്ചത്തോട് ഇരുട്ട് പറഞ്ഞു, ഞാൻ നിന്റെ താമസസ്ഥലം കാണുവാൻ വരുന്നുണ്ട്. പിറ്റേ ദിവസം ഇരുട്ട് വെളിച്ചത്തിന്റെ വീട്ടിലെത്തി. വീട് മുഴുവൻ പ്രകാശപൂരിതമായിരുന്നു. തിരികെ മടങ്ങും നേരം ഇരുട്ട് പറഞ്ഞു, വെളിച്ചമേ, നീയും എന്റെ വീട്ടിൽ വരണം. സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് വെളിച്ചം പിറ്റേന്ന് രാവിലെ ഇരുട്ടിന്റെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ ഇരുട്ടിന്റെ വീട് കണ്ടെത്താൻ വെളിച്ചത്തിനായില്ല. നിരാശയോടെ മടങ്ങി പോകുന്ന വഴിക്ക് വെളിച്ചം ഒരു വൃദ്ധനെ കണ്ടു. തന്റെ നിരാശയുടെ കാരണം അന്വേഷിച്ച വൃദ്ധനോട് നടന്ന സംഭവം മുഴുവൻ വെളിച്ചം പറഞ്ഞു. ചെറുപുഞ്ചിരിയോടെ ആ വൃദ്ധൻ വെളിച്ചത്തോട് പറഞ്ഞു, നീ ഇനി എത്രനാൾ സഞ്ചരിച്ചാലും ഇരുട്ടിന്റെ വീട് കണ്ടെത്താൻ കഴിയില്ല. കാരണം എത്ര കൂരിരുട്ടാണെങ്കിലും നീ അതിനടുത്തെത്തിയാൽ അവിടം പ്രകാശത്താൽ നിറയും. പ്രിയ സ്നേഹിതരെ, അതങ്ങനെയാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് സ്ഥാനമുണ്ടാകില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പാപം മൂലം അന്ധത അനുഭവിക്കുന്ന ലോകത്തിന് രക്ഷ സാധ്യമാകുന്നത് സത്യപ്രകാശമായ ക്രിസ്തുവിലൂടെയാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ വ്യക്തമാക്കുന്ന വാക്യമാണിത്. ഇവിടെ ഏത് മനുഷ്യനെയും എന്ന പ്രയോഗം സകലർക്കും പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനന്തമായ സാധ്യതയെ കുറിക്കുന്നു. എന്നാൽ 10-11 വാക്യങ്ങൾ ഈ അവസരം നഷ്ടമാക്കിയ സൃഷ്ടിയുടെ വികലമായ പ്രതികരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നും സകലർക്കും പ്രകാശത്തെ സ്വീകരിക്കാം എന്നിരിക്കെ അതിന് തയ്യാറാകാത്തത് എത്രയോ സങ്കടകരമാണ്. ക്രിസ്തു എന്ന ആത്മീയ പ്രകാശത്തെ അംഗീകരിക്കാത്തത് വഴി സൃഷ്ടി തന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നില്ല എന്ന ദുരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. ഓരോ തവണ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ മധ്യേ പാർത്ത ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം എത്രമാത്രം വർദ്ധിക്കുന്നു? ക്രിസ്തുവിന്റെ ജഡധാരണത്തെ ഓർക്കുമ്പോഴൊക്കെയും അത് നമ്മെ പുതിയ ദൈവാനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവ സാന്നിധ്യം ജനങ്ങളുടെ മധ്യേ ഉണ്ട് എന്നത് പുതിയ കാര്യമല്ല. മോശയുടെ കാലത്തെ സമാഗമന കൂടാരവും ദൈവ സാന്നിധ്യവും ഇത് വെളിവാക്കുന്നു. എന്നാൽ ജഡധാരണത്തിലൂടെ ദൈവവും മനുഷ്യരാശിയും തമ്മിൽ നിലനിന്നിരുന്ന ഈ ബന്ധത്തിന്റെ പുതുക്കം സാധ്യമാകുന്നു എന്നതാണ് ശ്രദ്ധേയം. ദൈവം തന്നെത്താൻ ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയത് വഴി മുൻപ് സാധിച്ചിട്ടില്ലാത്ത വണ്ണം ദൈവത്തെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും നമുക്കിടയായി. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു എന്ന് വിശുദ്ധ യോഹന്നാൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ ദൈവാനുഭവത്തെ അടയാളപ്പെടുത്തുകയാണ്. ഇത് വളരെ അഗാധമായതും സ്വകാര്യമായതും ശരീരയുക്തമായി തൊട്ടറിയാവുന്ന തരത്തിൽ സംഭവിക്കേണ്ടതുമാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു എന്ന് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവവും ദൈവജനവും പരസ്പരം അറിഞ്ഞു എന്നതിന്റെ നിശബ്ദ സൂചനയായി ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഏതൊരു വിശ്വാസിക്കും ഈ വാചകം നൽകുന്ന ധൈര്യം ചെറുതല്ല. എന്റെ ബലഹീനതയുടെ ഇടയിൽ, എന്റെ നിസ്സഹായതയുടെ ഇടയിൽ, എന്റെ ആശയക്കുഴപ്പങ്ങളുടെ ഇടയിൽ, എന്റെ വേദനകളുടെ ഇടയിൽ ക്രിസ്തു എന്റെ കൂടെ പാർത്തു. ഇതിലും ലളിതവും സുന്ദരവുമായി ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് എങ്ങനെ പറയാനാവുക? പ്രിയരെ, 1000 പുൽക്കൂടുകൾ പണിതാലും എന്റെ ഹൃദയം അവനായി പുൽക്കൂടായി ഒരുങ്ങിയില്ലെങ്കിൽ എന്തു പ്രയോജനം? ക്രിസ്മസ് നമ്മെ പുതിയ ദൈവാനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പുഞ്ചിരി കാണുവാൻ കാലമാം കാതരമാകുമൻ കന്മഷ ജീവിതം കാരുണ്യമാക്കണം നിൻമൊഴി നിന്റെ രാജ്യത്തിലേക്കെത്തുവാൻ. സത്യപ്രകാശമായ യേശുവേ, ലോകരക്ഷയ്ക്കായി ഞങ്ങളുടെ ഇടയിൽ നീ പാർത്തതിനായി നിനക്ക് സ്തോത്രം. നിന്നോടുള്ള ഞങ്ങളുടെ ബന്ധം പുതുക്കുന്നതിന് ഞങ്ങളുടെ മേൽ നീ കൃപ ചൊരിയണം. ആഴത്തിൽ വളരെ സ്വകാര്യമായി നിന്നോട് സംവദിക്കാൻ ഈ ക്രിസ്മസ് കാലം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.